കൂട്ടുകാരെ, ഹായ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. 2026 നമുക്ക് കർത്താവ് സമ്മാനിച്ചല്ലോ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. വാക്യം സങ്കീർത്തനം 65:11. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. സങ്കീർത്തനം 65:11. ഭൂമിയുടെയും നാഥൻ സർവവല്ലഭന മഷികാരാജൻ, സർവഭൂമിയുടെയും നാഥൻ സർവവല്ലഭന മഷികാരാജൻ, തൻ്റെ ജനത്തിനു മുന്നും പിന്നും കരുതലും കാവലുമായി എന്നും ഉണ്ട്. തൻ്റെ ജനത്തിനു മുന്നും പിന്നും കരുതലും കാവലുമായി എന്നും ഉണ്ട്. സർവഭൂമിയുടെയും നാഥൻ സർവവല്ലഭന മഷികാരാജൻ, തൻ്റെ ജനത്തിനു മുന്നും പിന്നും കരുതലും കാവലുമായി എന്നും ഉണ്ട്. തൻ്റെ ജനത്തിനു മുന്നും പിന്നും കരുതലും കാവലുമായി എന്നും ഉണ്ട്. സർവഭൂമിയുടെയും നാഥൻ സർവവല്ലഭന മഷികാരാജൻ. യോശുവയെ പോലൊരു യോദ്ധാവിനെ ഇസ്രായേലിൻ 12 ഗോത്രങ്ങൾക്കും, യോശുവയെ പോലൊരു യോദ്ധാവിനെ ഇസ്രായേലിൻ 12 ഗോത്രങ്ങൾക്കും, ഭയന്നു പോകാതിരിപ്പാൻ തളർന്നിടാതെ കാപ്പാൻ തൻ ജനത്തിന് നല്ലൊരു പടനായകനാക്കി. ഭയന്നു പോകാതിരിപ്പാൻ തളർന്നിടാതെ കാപ്പാൻ തൻ ജനത്തിന് നല്ലൊരു പടനായകനാക്കി. സർവഭൂമിയുടെയും നാഥൻ സർവവല്ലഭന മഷികാരാജൻ, സർവഭൂമിയുടെയും നാഥൻ സർവവല്ലഭന മഷികാരാജൻ. യോർദാൻ ചതിക്കുഴിയിൽ താഴ്ത്താൻ അടുക്കുമ്പോൾ, ആർത്തു നശിപ്പിപ്പാൻ ഒഴുക്കാനടിക്കുമ്പോഴും, യോർദാൻ ചതിക്കുഴിയിൽ താഴ്ത്താൻ അടുക്കുമ്പോൾ, ആർത്തു നശിപ്പിപ്പാൻ ഒഴുക്കാനടിക്കുമ്പോഴും, പുതുശക്തി നിറച്ച് പുതുബലം പകർന്ന് പുതിയ സിയോനിൽ വിശുദ്ധി നൽകിയിടുന്നു. പുതുശക്തി നിറച്ച് പുതുബലം പകർന്ന് പുതിയ സിയോനിൽ വിശുദ്ധി നൽകിയിടുന്നു. സർവഭൂമിയുടെയും നാഥൻ സർവവല്ലഭന മഷികാരാജൻ, തൻ്റെ ജനത്തിനു മുന്നും പിന്നും കരുതലും കാവലുമായി എന്നും ഉണ്ട്. തൻ്റെ ജനത്തിനു മുന്നും പിന്നും കരുതലും കാവലുമായി എന്നും ഉണ്ട്. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇസ്രായേലെല്ലാം അത് അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും എന്ന് അറിയിച്ചു. അപ്പോൾ മോശ എങ്ങനെയാണ് ദൈവം വലിയവനാക്കിയത്? അതെ, തൻ്റെ കയ്യിലുള്ള വടി നീട്ടി മോശ ചെങ്കടലിനോട് പിളരുവാൻ കൽപ്പിച്ചു എന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെ ആ ചെങ്കടൽ പിളർന്നു. ഇവിടെ യോർദാൻ പിളരുവാൻ തക്കവണ്ണം പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ വെച്ചപ്പോൾ യോശുവയ്ക്ക് യോർദാനോട് കൽപ്പിക്കേണ്ടി മാത്രമേ വന്നുള്ളൂ. യഹോവ ഇങ്ങനെ യോശുവയെ വലിയവനാക്കി. അങ്ങനെ നിയമപ്പെട്ടവും ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിൽ കാൽ ചവിട്ടി നിന്നു. യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞു. ഈ സമയം അവിടെ എല്ലാം കൊയ്ത്ത് കാലമായിരുന്നു. എന്നാൽ യോർദാൻ നദി കര കവിഞ്ഞൊഴുകുന്ന സമയമാണ്. ഈ ദുഷ്കരമായ സമയത്താണ് ഇസ്രായേൽ മക്കൾ മറുകര കടക്കുന്നത്. അങ്ങനെ അവരുടെ കാൽ വച്ചപ്പോൾ തടയപ്പെട്ട ആ മേൽവെള്ളം അതിഭയങ്കരമായി പൊങ്ങി. സാരദാന സമീപത്തുള്ള ആദാം പട്ടണത്തോളം ചിറ പോലെ പൊങ്ങി. എന്നാൽ താഴേക്കൊഴുകിപ്പോയ ആ വെള്ളം അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിപ്പോയി. യോർദാൻ ഭാഗം ഉണങ്ങിയ നിലമായി തീർന്നു.
ആ ഉണങ്ങിയ നിലത്തുകൂടി ജനമെല്ലാം മറുകര കടന്നു. യഹോവ കൽപ്പിച്ചതുപോലെ യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ് അവരുടെ ഇസ്രായേൽ ഗോത്രസംഖ്യക്ക് ഒത്തവണ്ണം 12 കല്ല് കൊണ്ടുവരുവാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ അവർ യോർദാനിലെ നിയമപ്പെട്ടകത്തിൻ്റെ മുന്നിൽ ചെന്ന് 12 കല്ലെടുത്തു കൊണ്ടുവന്ന് അവർ പാളയം അടിച്ചിരുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇത് നിങ്ങൾക്കൊരു അടയാളമായിരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചു. മാത്രമല്ല, നിങ്ങളുടെ മക്കൾ ഇതെന്താണെന്ന് വരുംകാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിനു മുമ്പിൽ 2 പിളർന്നതായിട്ട് ആ കാര്യങ്ങൾ ഓർപ്പിക്കണം എന്ന് പറഞ്ഞു. 2 പിളർന്നപ്പോൾ ആ ഉണങ്ങിയ സ്ഥലത്ത് നിന്ന് ഓർമ്മയ്ക്കായിട്ട്, അത് ഓർമ്മക്കല്ലായിട്ട് തിരഞ്ഞെടുത്തു വച്ചതാണ് എന്ന് പറയണം. പിന്നെ യോശുവ കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ 12 കല്ല് എടുത്ത സ്ഥലത്ത് തന്നെ പുരോഹിതന്മാർ കാൽ ചവിട്ടി ഉറച്ചു നിന്ന സ്ഥലത്ത് യോർദാന്റെ നടുവിൽ വേറെ 12 കല്ലുകൾ നാട്ടുവാനായിട്ട് കൽപ്പിച്ചു. അതവിടെ സ്തൂപമായിട്ട് ഒരു ഓർമ്മയ്ക്കായിട്ട് ഇരിക്കാനായിട്ട് കൽപ്പിച്ചു. അത് യോർദാന്റെ നടുവിൽ ഇന്നുവരെയും കാണാം. നമ്മൾ യോശുവ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നാം കാണുന്നു. യഹോവ യോശുവോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു തീരുവോളം യോർദാന്റെ നടുവിൽ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ ഉറച്ചു നിന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ കരയ്ക്ക് പൊക്കി വെച്ച ഉടനെ യോർദാനിലെ വെള്ളം വീണ്ടും അതിഭയങ്കരമായി തീരം കവിഞ്ഞൊഴുകാൻ തുടങ്ങി. ഇത് 1-ാം മാസം 10-ാം തീയതി ആയിരുന്നു. ജനം പുറപ്പെട്ട കൂട്ടത്തിൽ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും യുദ്ധസന്നദ്ധരായിട്ട് 40,000 പേർ മോശെ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിനും കാണുക വലിയവനാക്കി. അവൻ മോശയെ ബഹുമാനിച്ചതുപോലെ യോശുവയെയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു. കർത്താവിന് സ്തോത്രം. സർവഭൂമിയുടെയും നാഥൻ, സർവവല്ലഭന മശിഹാരാജൻ, തൻ്റെ ജനത്തിനു മുന്നും പിന്നും കരുത